കോഴിക്കോട് സ്വദേശിയായ സംരംഭകനിൽ നിന്നും ഓഹരി നിക്ഷേപ തട്ടിപ്പിലൂടെ പണം കവർന്ന കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഓഹരി നിക്ഷേപ മേഖലയിലെ ഒരു ബ്രാൻഡിന്റെ വ്യാജ പതിപ്പുണ്ടാക്കി 4.8 കോടിയോളം രൂപയാണ് പ്രതികൾ കവർന്നത്. വിവരങ്ങളുമായി റമീസ് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. നമുക്ക് നോക്കാം എന്താണ് ഈ കേസിൽ സംഭവിച്ചതെന്ന്, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നതെന്ന്. ഏറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം കൂടിയാണ് ഈ ആധുനിക രൂപത്തിലുള്ള ഇത്തരം തട്ടിപ്പുകൾ. റമീസ്, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. റമീസ്, ചെറിയ പൈസയല്ല തട്ടിയത്. 4,80,00,000 രൂപ ഒരു സംരംഭകനിൽ നിന്ന് ഓൺലൈൻ തട്ടിപ്പിലൂടെ തട്ടിയെടുത്തിരിക്കുകയാണ്. ഒരു ബ്രാൻഡിന്റെ വ്യാജ പതിപ്പുണ്ടാക്കിയിട്ട്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് അരങ്ങേറിയത്? പോലീസ് ഇപ്പോൾ ഈ അന്വേഷണം ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മനു, സാമൂഹ്യ മാധ്യമങ്ങൾ ആപ്പ് വഴിയും മറ്റ് ലിങ്കുകൾ വഴിയും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ട്രേഡിംഗ് ആപ്പുകളും ഇത്തരത്തിൽ ഓൺലൈൻ വ്യാജ ആപ്പുകളുടെയും സഹായത്തോടെ പണം തട്ടുന്നത് വ്യാപകമാവുകയാണ്. ഇതിലേറ്റവും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും ഈ പരാതികൾ പുറത്ത് പറയില്ല എന്നത് തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ നിലവിൽ ഈയൊരു കോഴിക്കോട് സ്വദേശി സംരംഭകനും വലിയൊരു തുക നഷ്ടമായതോടുകൂടിയാണ് ഇദ്ദേഹം ഇത് പുറത്തു പറയാൻ കാരണമാകുന്നത്. 4.8 കോടി രൂപയോളമാണ് ഇത്തരത്തിൽ ഇയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കോഴിക്കോട് ഒരു സ്വകാര്യ സംരംഭകന് ട്രേഡിങ്ങിലൂടെയും വിവിധ സാമൂഹ്യ മാധ്യമ ആപ്പുകൾ വഴിയും ഇരട്ടി ലാഭം ഉണ്ടാക്കാമെന്ന് കാണിച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പുകൾ വ്യാപകമായി ഇവിടെ നടക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി ലഭിച്ച ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പിന് ഇരയാവുന്നത്. തുടർന്ന് ടെലിഗ്രാമിലെയും വാട്സപ്പിലൂടെയും വിവിധ ആപ്പുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്യപ്പെടുന്നു. തുടർന്ന് ഇവർ നൽകുന്ന ട്രേഡിംഗ് ആപ്പുകൾ വഴിയും അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ ടിപ്പുകൾ വഴിയും സംരംഭകർ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകൾ ഇവരുടെ വലയിൽ വീഴുകയാണ്. തുടർന്ന് ഇവർ പറയുന്ന രീതിയിൽ 10,000 രൂപ ഇട്ടാൽ 1000 രൂപ ലാഭത്തോടു കൂടി നമുക്ക് പിൻവലിക്കാമെന്ന് കാണിക്കുന്നു. ഇത്തരത്തിലാണ് ആളുകളിൽ നിന്ന് ഇവർ പണം സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തുക സ്വീകരിക്കുമ്പോഴാണ് പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടാവുകയില്ല. നിക്ഷേപിച്ച പണമൊന്നും നമുക്ക് തിരികെ ലഭിക്കുകയില്ല. ഈ ഘട്ടത്തിലാണ് പലരും തങ്ങൾ കെണിയിൽപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഈ സാമൂഹ്യ മാധ്യമ ആപ്പ് വഴിയും ട്രേഡിംഗ് ആപ്പുകൾ വഴിയും നടത്തുന്ന ഇത്തരത്തിലുള്ള വ്യാജ തട്ടിപ്പ് ഈയൊരു 1.5 വർഷത്തിനിടെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ 1.5 വർഷത്തിനുള്ളിൽ തന്നെ കോഴിക്കോട് നഗരത്തിൽ നിന്ന് മാത്രം 28 കോടി രൂപയോളമാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ നഷ്ടമായത് ട്രേഡിംഗ് നിക്ഷേപ തട്ടിപ്പുകൾ വഴിയാണ്. ഇത്തരത്തിൽ ട്രേഡിംഗ് നിക്ഷേപ തട്ടിപ്പ് കേസുകളിലാണ് ഏറ്റവും കൂടുതൽ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് സൈബർ പോലീസിന് കീഴിൽ ഈ 1.5 വർഷത്തിനുള്ളിൽ 27 കേസുകളാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കോഴിക്കോട് റൂറൽ വിഭാഗത്തിൽ 3.5 കോടി രൂപയാണ് ഈ ഒരു വർഷത്തിനിടയിൽ തന്നെ ഇത്തരത്തിൽ വ്യാജ തട്ടിപ്പുകൾ വഴി നഷ്ടമായിട്ടുള്ളത്. ഇതിൽ ജനങ്ങളോട് ബോധവൽക്കരിക്കാനുള്ളത്, ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടികളെല്ലാം തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായി ഊർജിതമായി നടപ്പിലാക്കാനുള്ള ഉദ്ദേശത്തിലാണ്. ജനങ്ങളോട് പറയാനുള്ള കാര്യം, സെബി പോലെയുള്ള റെഗുലേറ്ററി അതോറിറ്റികളിൽ കമ്പനിയോ ബ്രോക്കറോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം ഇത്തരത്തിൽ പണം നിക്ഷേപിക്കാൻ ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, സാധാരണയിലും ഉയർന്ന റിട്ടേണുകൾ വാഗ്ദാനം ചെയ്യുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് പണം നിക്ഷേപിക്കാതിരിക്കുക എന്നുള്ളത് കൂടിയാണ് പ്രധാനമായും സൂക്ഷിക്കേണ്ടത്. കാരണം ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാനുള്ള സാധ്യത വിരളമാണ്. ഈ 4.8 കോടി രൂപ സംരംഭകന് നഷ്ടപ്പെട്ടപ്പോൾ ഈ തുക പോയിരിക്കുന്നത് 24 അക്കൗണ്ടുകളിലേക്ക്. റമീസ്, ഇത് മലയാളി ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിലും ഈ ആധുനിക സംവിധാനങ്ങളിലുമൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മളാണ്. നമ്മളെ പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൂടുതൽ പണം കിട്ടും എന്ന് പറഞ്ഞാൽ, ലാഭം കിട്ടും എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അതിൽ പോയി തല വയ്ക്കാതിരിക്കുക. അതിൻ്റെ വസ്തുത അന്വേഷിച്ച് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇടപാടുകൾ നടത്തുക എന്നതാണ് വസ്തുത. ഇപ്പോൾ റമീസ് പറഞ്ഞതുപോലെ കോഴിക്കോട് നഗരത്തിൽ മാത്രം 28 കോടിയുടെ തട്ടിപ്പ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നടന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ നോക്കൂ, നമ്മൾ മലയാളികൾ എത്രമാത്രം അബദ്ധജടിലമായിട്ടാണ് ചിന്തിക്കുന്നത്. ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ എവിടെയും കൊണ്ട് പണം നിക്ഷേപിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടെ വേണം ഈ വിഷയത്തെ സമീപിക്കാൻ. ഇത് സ്വാഭാവികമായി ഇതൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ ഇതിൻ്റെ IP അഡ്രസ്സൊക്കെ അന്വേഷിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നൈജീരിയയിലും ആഫ്രിക്കയിലും ഉഗാണ്ടയിലും ഒക്കെ ആയിരിക്കും ഇതൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ തന്നെ വലിയ പാടാണ്. പൈസ പോയാൽ പോയതാണ്. പോലീസ് പരമാവധി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ആളുകൾ ഇടപെടുക തന്നെ വേണമെന്നാണ്
താജുദ്ദീൻ പറയുന്ന കാര്യം ജനങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ആർത്തിയിൽ നിന്ന് പിന്മാറുക. പൗർണമി എഴുതുന്നു, എത്ര പഠിച്ചാലും പഠിക്കാത്ത മലയാളി എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പേര് നമ്മൾ കേൾപ്പിക്കരുത്. ആർത്തിക്കാരാണെന്ന പേരുകൾ നമ്മൾ കേൾപ്പിക്കരുത്. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ തട്ടിപ്പുകളിൽ പോയി വീഴാതിരിക്കുക, തലവയ്ക്കാതിരിക്കുക.